ഇന്നത്തെ വാർത്താപ്പകലിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രശ്നം കനത്ത മഴയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി സംസ്ഥാനത്ത്. മഴക്കെടുതിയിൽ നിർഭാഗ്യകരമായി ഇന്ന് 2 പേർക്ക് ജീവൻ നഷ്ടമായി. തിരുവനന്തപുരത്ത് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ഒരാൾ മരിച്ചു എന്ന വാർത്തയുണ്ടായിരുന്നു. കോഴിക്കോട് ഒളവണ്ണയിൽ നടപ്പാലത്ത് നിന്ന് കാൽ വഴുതി വീണ് യുവാവും മരിച്ചു. രൂക്ഷമായ കടലാക്രമണത്തിൽ വിവിധയിടങ്ങളിൽ വീടുകൾ തകർന്നു വീണു. അടുത്ത 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം നഗരൂരിൽ ആടിന് പച്ചില ശേഖരിക്കാൻ പോയപ്പോൾ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് സഫിയുദ്ദീൻ മരിച്ചത്. കോഴിക്കോട്ട് നടപ്പാലത്തിൽ നിന്ന് കാൽ വഴുതി ഒളവണ്ണ സ്വദേശി രതീഷ് മരിച്ചു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം കോട്ടൂരിൽ 2 വീടുകളും കൊല്ലത്ത് 1 വീടും തകർന്നു. ആർക്കും പരുക്കില്ല. കോട്ടയം പാലായിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥിനി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവാതുക്കലിൽ ശക്തമായ കാറ്റിൽ നിരവധി വീടുകളുടെ മേൽക്കൂര തകർന്നു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ട തിരുവല്ല ശ്രീമൂലപുരത്ത് 10ഓളം വീടുകളിൽ വെള്ളം കയറി. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിലും വെള്ളം കയറി. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണത്തിൽ വീടിടിഞ്ഞു വീണു. കാക്കനാട് ഇൻഫോ പാർക്ക് റോഡിൽ മരം വീണ് 3 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റുകൾ നിലം പൊത്തി. കോഴിക്കോട് മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കണ്ണൂർ ആലക്കോട് കാർത്തികപുരത്ത് സ്കൂളിന്റെ മതിൽക്കെട്ട് റോഡിലേക്ക് തകർന്നു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചൊക്ലിയിൽ കൂറ്റൻ മരം ഒടിഞ്ഞു വീണ് 3 കാറുകൾ തകർന്നു. വയനാട് പുൽപ്പള്ളിയിൽ റോഡിന് കുറുകെ മരം വീണ് വീടിന്റെ മതിൽ തകർന്നു. ജില്ലയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കാസർഗോഡ് 3ാം കടവ് കൂവാരയിലെ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ചെർക്കളയ്ക്കും ബേവിഞ്ചയ്ക്കുമിടയിൽ മണ്ണിടിച്ചിലുണ്ടായി. കുറ്റിക്കോലിൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്ന കാർ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളുടെ തീരമേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ്. ചാവക്കാട്ട് ഒട്ടേറെ വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ആലപ്പുഴ ആറാട്ടുവഴിയിൽ ഇന്നലെ മതിലിടിഞ്ഞു വീണ് മരിച്ച 14-കാരൻ അൽ ഫയാസിന്റെ മൃതദേഹം സംസ്കരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ദുരിതങ്ങൾ പെയ്തിറങ്ങിയ ഒരു ദിവസമായിരുന്നു ഇന്നത്തെ വാർത്താ പകൽ. പലരുടെയും ജീവനെടുത്തു ഈ ഇന്നത്തെ മഴക്കെടുതി. മഴയുടെ ഒരുപാട് വിവരങ്ങൾ പ്രേക്ഷകരുമായി നമ്മൾ ഇന്നത്തെ വാർത്താ പകൽ പങ്കുവച്ചു. സംസ്ഥാനത്ത് ഇപ്പോഴും ദുരിതങ്ങൾ തുടരുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24ന്റെ പട്ടാളം റെഡിയായിരിക്കുന്നു. കാലാവസ്ഥയിൽ അടുത്ത ദിവസം ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മഴ മുന്നറിയിപ്പുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരും. അതേപോലെ കോഴിക്കോട് ബീച്ചിൽ കടലാക്രമണം രൂക്ഷമായ സ്ഥലങ്ങളിൽ നിന്നാണ് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുക. അതുപോലെ ചെല്ലാനത്ത് കടലാക്രമണം രൂക്ഷമായിരുന്നു. വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരും. അതുപോലെ കോട്ടയത്ത് നല്ല മഴയായിരുന്നു ഇന്നത്തെ വാർത്താപ്പകലിൽ. ടോബി ജോൺസൺ അവിടെ നിന്ന് ചേരും. അതുപോലെ കണ്ണൂരിലും കാര്യമായ മഴ പെയ്തിരുന്നു. ഇരുട്ടിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു. കനത്ത മഴയായിരുന്നു. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീണു. അവിടെ നിന്ന് സജോ ദേവസ്യ തത്സമയം ചേരും. അതുപോലെ വയനാട്ടിലും മഴ ശക്തി പ്രാപിച്ചു. മാത്രമല്ല ഒരുപാട് ദുരിതങ്ങൾ സമ്മാനിച്ചു വയനാട് ജില്ലയ്ക്ക് ഇന്നത്തെ വാർത്താപ്പകലും ഇന്നത്തെ മഴയും. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഈ മഴ അടുത്ത ദിവസവും തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, എന്തൊക്കെയാണ് നമുക്ക് കാലാവസ്ഥാ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒപ്പം ഗുജറാത്ത് തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല കേരള തീരത്ത് ഈ പടിഞ്ഞാറൻ കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതുമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അത് ഇന്നും നാളെയും കൂടി അത്തരത്തിൽ ശക്തമായ മഴ പലയിടങ്ങളിൽ ലഭിക്കാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനക്കും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ അലർട്ട് ഇപ്പോൾ പറയുന്നത് രാത്രിയും ഈ മേഖലയിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പൊതുജനങ്ങൾ ജാഗ്രത തുടരേണ്ടതുണ്ട്.
9 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഈ 2 ദിവസത്തിന് ശേഷം, അതായത് നാളത്തേക്ക് ശേഷം സംസ്ഥാനത്തെ മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ജൂലൈ 4 മുതൽ വീണ്ടും കാലവർഷം സജീവമാകും എന്ന മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു ജാഗ്രതാ മുന്നറിയിപ്പുള്ളത് തീരത്താണ്. സ്കേൻ പ്രത്യേകിച്ച് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല എന്ന് പറയുമ്പോൾ 2.7 മീറ്റർ മുതൽ 3.3 മീറ്റർ വരെ ഉയരത്തിലൊക്കെ ഉയർന്ന തിരമാലയ്ക്കാണ് കേരള തീരത്തു സാധ്യത. പ്രത്യേകിച്ച് കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിലാണ് ഇത്തരത്തിൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. അതിനാൽ ആ മേഖലയിലുള്ള തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കാരണം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ നിർബന്ധമായി കടലിൽ പോകാൻ പാടില്ല ഈ ദിവസങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. എന്താണെങ്കിലും രാത്രി വൈകിയും പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മലയോര മേഖലയിലും ഒക്കെ മഴ കനക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ജാഗ്രത തുടരേണ്ടതുണ്ട്. ഇന്നും നാളെയും കൂടി. നാളത്തേക്ക് ശേഷം മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. താങ്ക് യു അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. പല ആളുകളും പതിവ് പോലെ നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ചില ആൾക്കാർ കോട്ടയത്ത് അവധിയുണ്ടോ, കണ്ണൂരിൽ അവധിയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പല സ്ഥലങ്ങളിലും മഴ കനത്ത് പെയ്യുന്നു. മാത്രമല്ല വനത്തിനുള്ളിലൊക്കെ കാര്യമായി മഴ പെയ്യുന്നു. അതുകൊണ്ട് നീരൊഴുക്കുകളൊക്കെ വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. വാഴച്ചാൽ, അതിരപ്പള്ളി ഭാഗത്തൊക്കെ തീർച്ചയായിട്ടും അതിരപ്പള്ളി വെള്ളച്ചാട്ടം, അതിരപ്പള്ളി നിറഞ്ഞ് ഒഴുകുകയാണ്. വളരെ അപൂർവമാണ് നമുക്ക് ഈ സുന്ദരമായ കാഴ്ച കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.